ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് ലിറ്റററി ക്രിറ്റിസിസത്തിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എസ്സെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദസ്തയേവ്സ്കി ആൻഡ് പാരസൈഡ്. സോ ഇവിടെ ഫ്രോയിഡ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന സംഭവമാണ് യൂസ് ചെയ്യുന്നത്. ആരെ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ദസ്തയേവ്സ്കിയെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈക്കോ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ മാത്രം പഠിക്കാൻ വേണ്ടിയല്ല, അദ്ദേഹത്തിൻ്റെ നോവലായ ദ ബ്രദേഴ്സ് കാരാമസോവ് എന്ന് പറയുന്ന സംഭവം, ആ നോവലിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ നോവലിനെ കുറിച്ച് സിഗ്മണ്ട് ഫ്രോയിഡ് എന്താണ് വിചാരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. സോ ഇവിടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്, ഫ്രോയിഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദസ്തയേവ്സ്കിയുടെ സൈക്കോളജി, ഗിൽറ്റ്, അതുപോലെ എന്താ പറയുക, പിന്നെ അദ്ദേഹത്തിന് അച്ഛനെ കൊല്ലണം എന്ന ഐഡിയയിലോട്ട് പോകുന്ന ഒരു കണക്ഷൻ, പാരസൈഡ് എന്ന് പറയുന്നത് അതിനെയാണ്, ഐഡിയ ഓഫ് കില്ലിംഗ് ദി ഫാദർ. അപ്പം ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. അതായത് ദസ്തയേവ്സ്കിയുടെ സൈക്കോളജിയാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്, അതുപോലെ ഗിൽറ്റ്, കുറ്റബോധം. സോ എന്താണ് അദ്ദേഹത്തിന് ഈ ഒരു എന്താ പറയുക നോവൽ എഴുതാൻ വേണ്ടി പ്രേരിപ്പിച്ചെന്നുള്ളതാണ് ഞാൻ പറയുന്നത്, ഹിസ് കണക്ഷൻ ടു ദ ഐഡിയ ഓഫ് കില്ലിംഗ് ദി ഫാദർ. സോ നമുക്ക് ഫ്രോയിഡിനെ കുറിച്ചിട്ട് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞതാണ്. നമുക്കറിയാം സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹമാണ് അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ആൾ. നമ്മുടെ ഹിഡൻ തോട്ട്സ്, നമ്മുടെ ഡിസയേഴ്സ്, ഫിയേഴ്സ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡും ഡ്രീംസും, അതുപോലെ ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറയുന്ന 3 കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ ഹിഡൻ ഡിസയേഴ്സാണ് കാണിക്കുന്നത്. സോ ഈ ഒരു സംഭവമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഐഡിയാസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സൈക്കോ അനാലിസിസ് എന്ന് നമുക്ക് നോക്കാം. സൈക്കോ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ചില ആഗ്രഹങ്ങൾ, പേടികൾ, ചില മെമ്മറീസ്, ഇതൊക്കെയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ലിറ്ററേച്ചർ എന്തിനാണ് നമ്മൾ ഈ ഒരു സൈക്കോളജി റിലേറ്റഡ് കാര്യം പറയുന്നത് വെച്ചാൽ, ക്രിട്ടിക്സ് ഇതിനെ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഒരുപാട് ആൾക്കാർ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഓതേഴ്സിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഹിഡൻ മീനിങ്സ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ലിറ്ററേച്ചറിൽ ക്രിട്ടിക്സ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഐഡിയ. സോ ഇത് എസ്സേയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. സോ ഇവിടെ ഈ ഒരു നോവലുമായിട്ട് കണക്ട് ചെയ്തിട്ട് അദ്ദേഹം ദസ്തയേവ്സ്കിയുടെ ലൈഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ പുള്ളിക്കുണ്ടായിരുന്ന ഒരു ഇൽനെസ്സിനെ കുറിച്ചിട്ട്, എപ്പിലെപ്സി എന്ന് പറയുന്ന ഇൽനെസ്സിനെ കുറിച്ചിട്ടും, അദ്ദേഹത്തിൻ്റെ നോവലിനെ കുറിച്ചിട്ടും, അതുപോലെ കില്ലിംഗ് ദി ഫാദർ എന്ന് പറയുന്ന പാരസൈഡ് എന്ന് പറയുന്ന ഐഡിയയെ കുറിച്ചിട്ടുമൊക്കെയാണ് ഇവിടെ സിഗ്മണ്ട് ഫ്രോയിഡ് കണക്ട് ചെയ്ത് പറയുന്നത്. സോ ഇതറിയണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ദ ബ്രദേഴ്സ് കാരാമസോവ് എന്ന് പറയുന്ന നോവലിലെ ഒരു സമ്മറി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ ഈ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ ഇറ്റ്സ് അബൌട്ട് എ ഫാദർ, അതായത് ഫയദോർ പാവ്ലോവിച്ച് എന്ന് പറയുന്ന ഒരു വളരെ ബാഡായിട്ടുള്ള ഇമ്മോറൽ, ഒട്ടും മോറൽ ഇല്ലാത്ത ഒരു ഫാദറിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മക്കളെ കുറിച്ചിട്ടും, അതായത് അദ്ദേഹത്തിൻ്റെ ആൺമക്കളാണ് ഡിമിട്രി, ഇവാൻ, അലിയോഷ ആൻഡ് സ്മെർദ്യാക്കോവ് എന്ന് പറയുന്ന 4 മക്കൾ. അപ്പോൾ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് കഥ പോകുന്നത്. സോ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിമിത്രി എന്ന് വെച്ചാൽ ഈ ഫയദോർ മരിക്കുന്നതിന് മുന്നേ അദ്ദേഹവുമായിട്ട് ഒരുപാട് എന്താ പറയുക പ്രശ്നമുണ്ടാക്കി, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. സോ അപ്പോൾ എല്ലാവരും ദിമിത്രിയാണ് സംശയിച്ചിരുന്നത് അച്ഛനെ കൊന്നതായിരിക്കുമെന്ന്. പക്ഷെ ശരിക്കും റിയൽ കില്ലർ എന്ന് പറയുന്നത് സ്മെർദ്യാക്കോവ് ആണ്. ബിക്കോസ് സ്മെർദ്യാക്കോവ് വാസ് എൻ ഇല്ലീഗൽ ചൈൽഡ്, അദ്ദേഹത്തിൻ്റെ ഇല്ലീഗൽ ചൈൽഡായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് സ്മെർദ്യാക്കോവിന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ റിയൽ കില്ലർ ശരിക്കും സ്മെർദ്യാക്കോവ് ആണെങ്കിലും ദിമിത്രി ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ആർഗ്യുമെൻറ്റ് അവരുടെ ഇടയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ദിമിത്രിയാണ് അച്ഛനെ കൊന്നത് എന്നുള്ളൊരു ബ്ലെയിം അവിടെ വന്നു. സോ ഇവിടെ ഇവാൻ്റെ ഐഡിയാസാണ് ഈ ഒരു ക്രൈമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദിമിത്രി ഇവിടെ പണിഷ്മെൻറ്റും ഗിൽറ്റും ഒക്കെ സഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് സ്മെർദ്യാക്കോവ് സമ്മതിച്ച് കൊടുക്കുന്നുണ്ട് ഞാനാണ് കൊന്നത് എന്നുള്ളത്. പക്ഷെ അതിനുള്ള തെളിവും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഇവിടെ മെയിനായിട്ട് ഒരു തീംസ് എന്ന് പറയുന്നത് ഗിൽറ്റ്, ക്രൈം, അതുപോലെ ഫെയ്ത്ത് വേഴ്സസ് ഡൗട്ട്, റിഡംഷൻ, ഇങ്ങനെയുള്ള കുറച്ച് തീമുകളാണ് ഈ ഒരു കഥയിൽ വരുന്നത്.
അത്രയും മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് കഥ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. സോ ഇവിടെ ഫ്രോയിഡിൻ്റെ മെയിൻ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫ്രോയിഡ് പറയുന്നത് ദസ്തയേവ്സ്കിയുടെ റൈറ്റിംഗ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫും സൈക്കോളജിയുമായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അതായത് എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഇത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ മെയിനായിട്ട് വരുന്ന പോയിന്റ് ദസ്തയേവ്സ്കിയുടെ എപ്പിലെപ്സി എന്ന് പറയുന്ന ഇൽനെസ്. അതായത് ഫ്രോയിഡ് ഈ ഒരു എപ്പിലെപ്സിക്ക് ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടാണ് ഇതിൽ പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഹിം ഇവിടെ ഇത് ജസ്റ്റ് മെഡിക്കൽ അറ്റാക്സ് മാത്രമല്ല, പക്ഷേ ഇന്നർ ഗിൽറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ കോൺഫ്ലിക്റ്റുമായിട്ടൊക്കെ ലിങ്ക്ഡ് ആണ് ഈ ഒരു എപ്പിലെപ്സി എന്ന് പറയുന്നത്. അതാണ് ഫ്രോയിഡ് പറയുന്നത്. സോ ഈ ഒരു അറ്റാക്സിന് മുമ്പുള്ള സിംറ്റംസ് എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഡെത്ത്, മരണത്തിനെ കുറിച്ച് ഓർത്തുള്ള പേടി, അതുപോലെ ഡിപ്രഷൻ, അതുപോലെ സഡൻ ആയിട്ടുള്ള ഇമോഷണൽ ബ്രേക്ക് ഡൗൺ, ഇതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റംസ് ആണ്. സോ ഈ ഒരു അറ്റാക്സിന് മീനിങ് എന്ന് വെച്ചാൽ ഫ്രോയിഡ് പറയുന്നത് സെൽഫ് പണിഷ്മെൻറ്റ് എന്നാണ്. അതായത് ഈ ഒരു അറ്റാക്സ് മീൻ ചെയ്യുന്നത് സെൽഫ് പണിഷ്മെൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആൾക്ക് ഒരു ഹിഡൻ വിഷ് അല്ലെങ്കിൽ ഒരു ഡിസയർ ഉണ്ട്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരാൾ മരിച്ചു കാണുക എന്നുള്ള ഒരാഗ്രഹമാണെന്ന് വിചാരിക്കും. അപ്പോൾ ദസ്തയേവ്സ്കിയുടെ കേസിൽ അദ്ദേഹത്തിൻ്റെ ഫാദറിനോട് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു അൺകോൺഷ്യസ് വിഷ് കിടപ്പുണ്ടായിരുന്നു. സോ അദ്ദേഹം ഈ ഒരു ഇൽനെസ്സിലൂടെ അദ്ദേഹത്തെ തന്നെ പണിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഫ്രോയിഡ് പറയുന്നത്. സോ അവരോട് പറഞ്ഞു ഹി ഹാഡ് ആൻ അൺകോൺഷ്യസ് വിഷ് അഗെയിൻസ്റ്റ് ഹിസ് ഫാദർ, സോ ഹി പണിഷസ് ഹിംസെൽഫ് ത്രൂ ഇൽനെസ്. അപ്പം നമുക്ക് ദേഷ്യം ഉണ്ടെന്ന് വെച്ചാൽ ആദ്യം പെട്ടെന്ന് കൊല്ലാൻ പറ്റില്ല. സോ അതിനെ തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഭാഗമായിട്ടാണ് ഈ ഒരു സെൽഫ് പണിഷ്മെൻറ്റ് സംഭവിക്കുന്നത്, ഈ ഒരു ഇൽനെസ് ഇങ്ങനെ വന്നു പോകുന്നത് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നത്. സോ ആക്ച്വലി എന്താണ് ഈ പാരസൈഡ്? നമുക്കറിയാം ഒരാളുടെ അച്ഛനെ കൊല്ലുന്നതിനാണ് പാരസൈഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഫ്രോയിഡ് അതിനെ വിളിക്കുന്നത് ദ പ്രൈമറി ക്രൈം ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ്. കാരണം ഇത് ഹ്യൂമൻ സൈക്കോളജിയുമായിട്ടും അൺകോൺഷ്യസ് ഡിസയേഴ്സ് അല്ലെങ്കിൽ ആഗ്രഹങ്ങളുമായിട്ടൊക്കെ ലിങ്ക്ഡ് ആണ്. പിന്നെ ഇവിടെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ദ ഈഡിപ്പസ് കോംപ്ലക്സ്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. സോ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് വെച്ചാൽ ഒരു ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന ഇഷ്ടം, ആ ഒരു ഇഷ്ടം കാരണം അവൻ അച്ഛനെ ഒരു റൈവലായിട്ടാണ് കാണുന്നത്. സോ ഈ ഒരു എന്താ പറയുക അമ്മയോടുള്ള ഇഷ്ടം കാരണം അച്ഛനെ എങ്ങനെയെങ്കിലും അതിനിടയ്ക്ക് നിന്ന് റിമൂവ് ചെയ്യണം എന്നുള്ളൊരു ഹിഡൻ വിഷാണ് ഈ ഒരു ഈഡിപ്പസ് കോംപ്ലക്സിലൂടെ വരുന്നത്. പക്ഷെ ഇവിടെ ചൈൽഡ് എന്ത് ഫിയർ ചെയ്യുന്നുണ്ട്? പണിഷ്മെൻറ്റ്. അതിങ്ങനെ റിമൂവ് ചെയ്യേണ്ട വന്നാൽ അവിടെ പണിഷ്മെൻറ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ കാസ്ട്രേഷൻ ഫിയർ എന്നൊക്കെ പറയും, ആണത്തം ഇല്ലാതായി പോകുക എന്നുള്ള ആ ഒരു സംഭവം. അപ്പോൾ ആ ഒരു പണിഷ്മെൻറ്റ് ഓർത്ത് പേടിച്ചിട്ട് തന്നെയാണ് ഇവരുടെ ഈ ഒരു ഹിഡൻ ആയി കിടക്കുന്ന ഡിസയറിനെ സപ്രസ് ചെയ്യുന്നത്. സോ ഇതുവഴി ഗിൽറ്റും അതല്ലെങ്കിൽ എന്താ പറയുക ഇന്നർ കോൺഫ്ലിക്ട്സ് ഒക്കെ ക്രിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ദസ്തയേവ്സ്കിക്ക് തൻ്റെ അച്ഛനോട് ഇങ്ങനെയൊരു എന്താ പറയുക അൺകോൺഷ്യസ് ഡിസയർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊരു കഥയാക്കി ഇറക്കിയതാണ് എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് ഫ്രോയിഡ് പറയുന്നത്. സോ എന്താണ് ഈ ആംബിവാലൻറ്റ് ഫീലിങ്സ് ടുവേർഡ് ഫാദർ എന്ന് നോക്കാം. ഫ്രോയിഡ് പറയുന്നത് ഒരു ചൈൽഡിന് 2 ഓപ്പോസിറ്റ് ഫീലിങ്സ് ആണ് ഫാദറിന് വേണ്ടിയിട്ടുള്ളത്. അതായത് ഒന്ന് ലവ് ആൻഡ് അഡ്മറേഷൻ, ഒന്ന് ഹേറ്റ് ആൻഡ് റൈവൽറി. ഇതിനാണ് ആംബിവാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 2 ഓപ്പോസിറ്റ് ഫീലിങ്സ്, ഒന്ന് ലവ് ആൻഡ് അഡ്മറേഷൻ, പിന്നെ ഹേറ്റ് ആൻഡ് റൈവൽറി. സോ ഇവിടെ ഫിയർ ഓഫ് കാസ്ട്രേഷൻ എന്ന് പറയുമ്പം ഈ ചൈൽഡ് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പണിഷ്മെൻറ്റ് വരുമോ എന്നുള്ളൊരു ഫിയർ ആ കുട്ടിക്ക് ഉണ്ടാവുകയാണ്. സോ ആ കുട്ടിക്ക് ഈ ഒരു എന്താ പറയുക ഡിസയർ സപ്രസ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയാണ്. എന്നിട്ട് ഈ സപ്രസ് ചെയ്ത് വെക്കുന്ന ഡിസയേഴ്സ് എല്ലാം നേരെ ഒരു അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും ഇത് പിന്നീടുള്ള ലേറ്റർ ലൈഫിൽ ഗിൽറ്റായിട്ട് മാറും, കുറ്റബോധമായിട്ട് മാറും. സോ ഇവിടെ ദസ്തയേവ്സ്കിയുടെ ഗിൽറ്റ് എന്താണെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. നമുക്ക് നോക്കാം. സോ ഫ്രോയിഡ് കണക്ട് ചെയ്യുന്നത് ദസ്തയേവ്സ്കിയുടെ അച്ഛൻ്റെ മരണവുമായിട്ടാണ്. അതായത് മരണവുമായിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ എപ്പിലെപ്സി എന്ന് പറയുന്ന കുറച്ച് എപ്പിസോഡുകളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും ഇതൊക്കെ വെച്ചിട്ടാണ് ഫ്രോയിഡ് ഈ ഒരു കൺക്ലൂഷനിൽ വന്നെത്തുന്നത്. സോ അദ്ദേഹം പറയുന്നത് ദസ്തയേവ്സ്കിക്ക് ഇങ്ങനത്തെ ഒരു അൺകോൺഷ്യസ് ഗിൽറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്, അതായത് അച്ഛൻ മരിച്ച് കാണണമെന്നുള്ളത്. സോ ഈ ഒരു ഗിൽറ്റാണ് ഇൽനെസ് ആയിട്ടും ഈ എപ്പിലെപ്സി ആയിട്ടും ഇമോഷണൽ സഫറിങ് ആയിട്ടും നോവൽസിലൂടെയും ഒക്കെ തീമാക്കി ഇറക്കി വിടുന്നത്. സോ ഇതിനെക്കുറിച്ചിട്ടാണ് എന്താ പറയുക സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു തരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ നോവൽസ് ഇങ്ങനെയൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതിന്
ഇങ്ങനൊരു റീസൺ പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. സോ ഇതെങ്ങനെയാണ് സ്മർദിക്കോവുമായിട്ടുള്ള കണക്ഷനിലേക്ക് വരാൻ നമുക്ക് നോക്കാം. സോ ഫ്രോയിഡ് ദൊസ്തോയെവ്സ്കിയെ സ്മർദിക്കോവ് എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അതായത് രണ്ട് പേരും ഇവിടെ ഇൽനെസ് സഫർ ചെയ്യുന്നുണ്ട്. ഈ നോവലിൽ തന്നെ സ്മർദിക്കോവിന് ഇങ്ങനെ ഇൽനെസ് ഉണ്ട്, അതുപോലെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയറും കാണിക്കുന്നുണ്ട്. സോ സ്മർദിക്കോവാണ് ആക്ച്വലി ഫാദറിനെ കിൽ ചെയ്യുന്നത്, അല്ലേ? സോ ഇത് ദൊസ്തോയെവ്സ്കി എന്താണ്, റൈറ്റിങ്ങിലൂടെ ഈ ഒരു അൺകോൺഷ്യസ് ഡിസയറിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ളൊരു ആർഗ്യുമെൻ്റാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വരുന്നത്. സോ ഇവാൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇവാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻ്റലക്ച്വൽ ഐഡിയാസാണ്. അതായത് ഇവാൻ ബിലീവ് ചെയ്യുന്നത് ഇപ്പം ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എല്ലാം അലോഡാണല്ലോ, നമ്മൾ ഗോഡ് ഉള്ളതുകൊണ്ടാണ് പല കാര്യങ്ങളും പേടിക്കുന്നത്. അതില്ല എന്നുള്ള വിചാരിക്കും, അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള സംഭവമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ആരും ചോദിക്കാനോ പറയാനില്ല, അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകും. സോ ഈ ഐഡിയയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരെ, സ്മർദിക്കോവിനെ. എന്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്, ഈ ഒരു മർഡർ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇവിടെ ഡിമിട്രിയുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഡിമിട്രി എന്ന് വെച്ചാൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ ഇന്നസെൻ്റ് ആണ്, പക്ഷേ പണിഷ്മെൻറ്റ് കിട്ടുകയാണ്. ഡിമിട്രിയാണ് കൊന്നെന്നുള്ളതിൻ്റെ പേരിൽ പണിഷ്മെൻറ്റ് കിട്ടുകയാണ്. അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സഫറിങ്ങും റിഡംഷനും ഒക്കെയാണ്. സോ ഇവിടെ ഈ ഒരു നോവലിൻ്റെ ഫൈനൽ മെസ്സേജ് എന്ന് പറയുന്നത്, ഫ്രോയിഡ് പറയുന്നത്, ഈ നോവൽ ക്രൈം, ഗിൽറ്റ്, പണിഷ്മെൻറ്റ്, റിഡംഷൻ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ മെയിനായിട്ട് വരുന്ന ഐഡിയ എന്ന് വെച്ചാൽ സഫറിങ് ലീഡ്സ് ടു സ്പിരിച്വൽ ഗ്രോത്ത്, അല്ലെ? സഫറിങ്ങിലൂടെ മാത്രമേ നമുക്ക് സ്പിരിച്വലി വളരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ ഫ്രോയിഡിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് വെച്ചാൽ, ദൊസ്തോയെവ്സ്കിയുടെ ഈ ഒരു ജീനിയസും ഇൽനെസ്സും റൈറ്റിങ്ങും ഒക്കെ അദ്ദേഹത്തിൻ്റെ അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഗിൽറ്റിൽ നിന്നും വരുന്നതാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു എപ്പിലെപ്സി ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു, അതൊരു ഫോം ഓഫ് സെൽഫ് പണിഷ്മെൻ്റ് ആണ് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഹിഡൻ ഡിസയേഴ്സും സൈക്കോളജിക്കൽ സ്ട്രഗിൾസുമാണ്. സോ അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. സോ സിമ്പിൾ വേർഡ്സിൽ കൺക്ലൂഷൻ പറയാനാണെങ്കിൽ, ഫ്രോയിഡ് പറയുന്നത് ഹ്യൂമൻസിനെല്ലാം ഹിഡൻ ഡിസയർ ഉണ്ട്, ചിലപ്പം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതുമുണ്ട്. സോ ഇത് ഗിൽറ്റിലേക്ക് നയിക്കുന്നു. ഈ ഗിൽറ്റാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ബിഹേവിയറിനെയും ഒക്കെ ഷേപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മിക്കപ്പോഴും എക്സ്പ്രസ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ടാണ് ദൊസ്തോയെവ്സ്കിക്ക് ഇപ്പം ഇങ്ങനൊരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു നോവൽ എഴുതിയത്, അല്ലെങ്കിൽ അച്ഛനെ കൊല്ലണം എന്നുള്ളൊരു ഡിസയർ, അൺകോൺഷ്യസ് ഡിസയർ ഉള്ളിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് ഈ ഒരു കണക്ഷൻ വരുന്നത്. സോ ദൊസ്തോയെവ്സ്കി ഇതിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ്, അതാണ് സിഗ്മണ്ട് ഫ്രോയിഡിലൂടെ പറയുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞ പോലെ. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു കഥ ഓർത്ത് വെക്കുക. ഈ കഥ, അതായത് ഈ ദൊസ്തോയെവ്സ്കി എഴുതിയ ഒരു നോവലിനെ ദൊസ്തോയെവ്സ്കിയുടെ തന്നെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അങ്ങനെയാണെങ്കിൽ കുറേ ആർഗ്യുമെൻറ്റ്സ് വരുന്നത്, അതായത് ഈ എപ്പിലെപ്സിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അച്ഛനെ കൊല്ലണം എന്നുള്ള ആ ഒരു ഡിസൈറിനെ കുറിച്ചിട്ടുമൊക്കെ ആണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.